കനൽ ഒരു തരി മതി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയും? ഇല്ലെങ്കിൽ ഒരു ദൃശ്യം കണ്ടോളൂ. അങ്ങ് ഡൽഹിയിൽ കനൽ ചെറിയ തരിയേ ഉള്ളൂ. പക്ഷെ ആ തരി വിസുഗുരുവിന്റെ പോലീസിന്റെ മുന്നിൽ എങ്ങനെയാണ് മുണ്ടും മടത്തി കുത്തി നിൽക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുണ്ടുമടക്കി കുത്തി ഡൽഹി പോലീസിനോട് കയർത്ത് ജോൺ ബ്രിട്ടാസ് MP. ഗാന്ധി സ്മൃതിയിലേക്കുള്ള മാർച്ചിന് ശേഷം ന്യൂസ് മലയാളത്തിനോട് പ്രതികരിക്കുന്നത് തടയാൻ ശ്രമിച്ച ഡൽഹി പോലീസിനോടാണ് MP രോഷാകുലനായത്. ഈ ചർച്ചകളിൽ ഭാഗവാക്കായിട്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം വെടിയാൻ ഞങ്ങൾ തയ്യാറല്ല. പോലീസുകാർ MPമാരുടെ മുമ്പിലാണ് നിങ്ങൾ പോലീസുകാരെ കുതിര കാണിക്കുന്നത്. ആ തോടെ रोको यार, इसमें क्या है? कुछ जल्दबाजी में क्या है? हम तो खड़ा है MP लोग. ये हाल इधर ഈ ഡൽഹി നഗരത്തിന്റെ ഹാൽ ഇതാണ്. ഇവന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഡൽഹി പോലീസും അർദ്ധസേനയും കൂടിയിട്ടാണ് ഇപ്പൊ ഇവിടെ ഭരിക്കുന്നത്. MPമാർക്ക് പോലും വഴിയടക്കാൻ പറ്റുന്നില്ല. रोको यार, इसमें क्या है? कुछ जल्दबाजी में क्या है? हम तो खड़ा है MP लोग. ഈ ഡൽഹി നഗരത്തിന്റെ ഹാൽ ഇതാണ്. ഇവന്മാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഡൽഹി പോലീസും അർദ്ധസേനയും കൂടിയിട്ടാണ് ഇവിടെ ഭരിക്കുന്നത്. MPമാർക്ക് പോലും വഴിയടക്കാൻ പറ്റും. ഇവിടെ മര്യാദയ്ക്ക് ഞങ്ങളെ അയച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയും മുൻകൂടെ എത്തേണ്ടതാണ്. ഒരു തടഞ്ഞ ഭാര്യയുടെ ഇതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. പട്ടാള ഭരണം, അടിയന്തരാവസ്ഥക്കാരത്ത് പോലും ഇല്ലാതിരുന്ന കിരാത നിയമങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചു. കണ്ടല്ലോ, കേരളത്തിൽ നിന്ന് 18 പേരെ അങ്ങോട്ട് ജയിപ്പിച്ചയച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ നിന്നിട്ട് ഡൽഹി പോലീസിനോട് ഉശിരോടുകൂടി സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതും ഒറ്റയ്ക്ക് ഒരു ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. അതായത് മലയാളം ചാനലായിട്ടുള്ള ന്യൂസ് 24/7 എന്ന ചാനലിനോട് അദ്ദേഹം പ്രതികരണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൽഹി പോലീസ് ജീപ്പിൽ വന്നിട്ട് ഷോ കാട്ടിയത്. ആ ഷോ കാട്ടിയ സന്ദർഭത്തിൽ തന്നെ അവരോട് വളരെ ശക്തമായിട്ട് മുണ്ടങ്ങോട്ട് മടത്തി കുത്തിക്കൊണ്ട് ബ്രിട്ടാസ് പറഞ്ഞു, യവന്മാരൊക്കെയാണ് ഇവിടെ ഭരിക്കാൻ നടക്കുന്നത്, MPമാർക്കൊരു വിലയില്ല എന്ന തരത്തിൽ MPമാരുടെ പവർ എന്താണെന്ന് അവർക്ക് കാട്ടിക്കൊടുക്കുകയാണ്. പോലീസ് ചിലപ്പോൾ തല്ലും, അല്ലെങ്കിൽ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും. ഇതൊന്നും ഒരു ഭയവും ഇല്ല. അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത്, കനൽ എന്ന് പറഞ്ഞാൽ അതൊരു തരി മതി. ആ തരി എത്രത്തോളം ഡേഞ്ചറസ് ആണ്, എത്രത്തോളം അഗ്രസീവ് ആണ് എന്ന് ബ്രിട്ടാസ് തെളിയിക്കുകയാണ്. വേണമെങ്കിൽ പോലീസ് വരുന്നു എന്ന് കരുതിക്കൊണ്ട് മാറിക്കൊടുക്കാം, ഒന്നും മിണ്ടാതിരിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. അവർ ഡിസ്റ്റർബ് ചെയ്യുകയാണ് മനഃപൂർവ്വം. മാറിക്കൊടുക്കാൻ വേണ്ടി MPമാരോട് വണ്ടിയിൽ വന്ന് അവരെന്തോ സംഭവം പോലെ ഹോൺ അടിക്കുകയാണ്, ലൈറ്റ് അടിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ബ്രിട്ടാസ് ഈ രീതിയിൽ രോഷാകുലനായത്. സ്വാഭാവികമായിട്ടൊരു MP പ്രതികരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോലീസ് വണ്ടിക്ക് മാറിപ്പോകാം. അത് പറ്റത്തില്ലല്ലോ. അവർ വന്ന് മനഃപൂർവ്വം ആ പ്രതികരണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പക്ഷെ എന്ത് വേണം, നാട്ടുകാർ കൂടി കണ്ടു. അങ്ങനെയൊക്കെ വന്ന് കാണിച്ചാൽ ഒരംശം പോലും വിട്ടുമാറത്തില്ല. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിന്നാൽ ആ സ്റ്റാൻഡിൽ കാലുറപ്പിച്ച് നിൽക്കും. ഇപ്പോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കേരളത്തിലെ MPമാരെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ കാണുന്നുണ്ടോ? രാത്രി എങ്ങാനും വൈകുന്നേരം ആയപ്പോഴേ പൊടിയും തട്ടി പലരും വീടെത്തി. ഷാഫി ഉൾപ്പെടെയുള്ളവരെ ഒന്നും മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല. അവിടങ്ങളിൽ ഇടത് MPമാർ കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി ഡൽഹി പോലീസിനോടൊക്കെ കൊമ്പ് കോർക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വരുമ്പോൾ എന്താണ് കുറച്ചേ ഉള്ളെങ്കിലും, അല്ലെങ്കിൽ ചെറിയൊരു കനലേ ഉള്ളെങ്കിലും ആ കനലിന്റെ പവർ എന്ന് ബ്രിട്ടാസിനെ പോലുള്ളവർ സമൂഹത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇടതുപക്ഷം 18 പേരെന്നും വേണ്ട, ഒന്ന് മതി. ആ ഒന്ന് 18 ഫലം ചെയ്യുമെന്ന് കാണിക്കുന്നത് കണ്ടോ? ഇതൊക്കെ അപ്പർ സൈഡിൽ നിന്ന് കാണണമെങ്കിൽ ഏതെങ്കിലും റീൽസ് ഷൂട്ട് ചെയ്ത് വിടേണ്ടി വരും. അല്ലാതെ ഫീൽഡിൽ കാണുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്.